നമസ്കാരം. അസർബൈജാൻ യാത്രാ വിമാനം റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ തകർന്നു എന്ന വാർത്ത ലോകരാജ്യങ്ങൾ കേട്ടത് ഏറെ ഞെട്ടലോടെയാണ്. പലരും ഇക്കാര്യത്തിൽ റഷ്യയെ കടുത്ത രീതിയിൽ വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. റഷ്യൻ മിസൈൽ ആക്രമണം മൂലമാണ് ഇത്രയും പേർക്ക് ജീവൻ നഷ്ടമായത് എന്നും ഇത് വലിയൊരു ക്രൂരകൃത്യമാണ് എന്ന തരത്തിലുമൊക്കെ റഷ്യയെ ചിത്രീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ആരോപണങ്ങളെല്ലാം തള്ളിക്കൊണ്ട് ചില മുന്നറിയിപ്പുമായി റഷ്യ രംഗത്തെത്തിയിരിക്കുകയാണ്. അസർബൈജാൻ യാത്രാ വിമാനം റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ തകർന്നതാണ് എന്ന ആരോപണങ്ങൾ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ റഷ്യ രംഗത്തെത്തിയിരിക്കുന്നത്. 38 പേർ കൊല്ലപ്പെട്ട അപകടത്തിന് പിന്നിൽ റഷ്യയാണ് എന്ന വാർത്തകൾ തള്ളിയാണ് അധികൃതർ രംഗത്ത് വന്നിരിക്കുന്നത്. ഇത്തരം ആരോപണങ്ങൾക്കും അനുമാനങ്ങൾക്കുമെതിരെ റഷ്യ മുന്നറിയിപ്പ് കൂടി നൽകിയിരിക്കുകയാണ്. അതേസമയം റഷ്യൻ മിസൈലാണ് അപകടത്തിന് കാരണമെന്ന് അസർബൈജാനും US ഉദ്യോഗസ്ഥരുമൊക്കെ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അസർബൈജാൻ എയർലൈൻസിന്റെ ജെറ്റ് എണ്ണവാതക കേന്ദ്രമായ കസാഖ് നഗരമായ അക്തൗവിന് സമീപം ബുധനാഴ്ചയാണ് വിമാനം തകർന്നു വീണത്. വിമാനത്തിലുണ്ടായിരുന്ന 67 പേരിൽ 38 പേരും മരിച്ചു. പാൻസിർ എസ് എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ നിന്ന് തൊടുത്ത റഷ്യൻ മിസൈലാണ് വിമാനം തകർത്തത് എന്ന് കരുതുന്നതായി പേര് വെളിപ്പെടുത്താത്ത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് സർക്കാർ അനുകൂല അസർബൈജാനി വെബ്സൈറ്റ് കാലിബർ പറയുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതാണ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് റഷ്യയെ വിധേയമാക്കിയത്. ന്യൂയോർക്ക് ടൈംസ്, ബ്രോഡ്കാസ്റ്റർ, യൂറോ ന്യൂസ്, തുർക്കി വാർത്താ ഏജൻസിയായ അനഡോലു തുടങ്ങിയവയും വിമാന ദുരന്തത്തിൽ റഷ്യക്കെതിരെ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാൽ അബദ്ധത്തിൽ വെടിയേറ്റതാകാമെന്നാണ് ചില വ്യോമയാന സൈനിക വിദഗ്ധർ പറഞ്ഞത്. വിമാനത്തിന്റെ അവശിഷ്ടങ്ങളിൽ വെടിയേറ്റ അടയാളങ്ങൾ ഉണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. തുടർന്നാണ് ഇതിനെതിരെ ഇപ്പോൾ റഷ്യ രംഗത്തെത്തിയിരിക്കുന്നത്. അന്വേഷണ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് എന്തെങ്കിലും അനുമാനങ്ങൾ ഉണ്ടാകുന്നത് ശരിയല്ല എന്നാണ് റഷ്യ വ്യക്തമാക്കുന്നത്. അസർബൈജാനി പ്രസിഡന്റ് ഇൽഹാം അലിയേവ് വ്യാഴാഴ്ച ദുഃഖാചരണമായി പ്രഖ്യാപിക്കുകയും മുൻ സോവിയറ്റ് രാജ്യങ്ങളുടെ കൂട്ടായ്മയായ കോമൺവെൽത്ത് ഓഫ് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്സിന്റെ അനൗപചാരിക ഉച്ചകോടിക്കായി റഷ്യയിലേക്കുള്ള സന്ദർശനം റദ്ദാക്കുകയും ചെയ്തിരുന്നു. റഷ്യൻ പ്രസിഡന്റ് പുടിൻ അലിയേവുമായി ഫോൺ സംഭാഷണം നടത്തുകയും അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നിരുന്നാലും ഇപ്പോൾ റഷ്യക്കെതിരെ കടുത്ത രീതിയിലുള്ള വിമർശനം ഉയരുകയാണ്. ഈ വിമർശനങ്ങൾക്ക് മറുപടി എന്നോണമാണ് ഇപ്പോൾ ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് റഷ്യ രംഗത്തെത്തുന്നത്. ഒപ്പം ആരോപണങ്ങൾ നടത്തുന്നവർക്ക് ഒരു മുന്നറിയിപ്പ് കൂടി റഷ്യ നൽകുകയാണ്.